ഞാൻ സംഭവം കാണിച്ചുതരാം കേട്ടോ. കണ്ടോ, എൻ്റെ കയ്യിൽ ഒരു 1/4 കിലോ നാരങ്ങ ഉണ്ട്, ചെറുനാരങ്ങ. ഇപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളിൽ, നമ്മുടെ ടൗണിൽ തന്നെ കുറച്ച് സ്ഥലങ്ങളിൽ വിലക്കുറവുള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം വല്ലപ്പോഴൊക്കെ എടുക്കുന്ന കടയിൽ കയറി ഞാനൊരു 1/4 കിലോ നാരങ്ങ മേടിച്ചു. അപ്പോൾ റേറ്റ് വെച്ചപ്പോൾ 30 രൂപ. 30 രൂപ ഞാൻ കൊടുത്തതിന് ശേഷം ഞാൻ ചോദിച്ചു, ചേട്ടാ അപ്പോൾ കിലോയ്ക്ക് 120 രൂപയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ചേട്ടൻ പതിയെ പറയാം, അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് കിലോയ്ക്ക് 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ആകുമ്പോൾ 1/4 കിലോയ്ക്ക് 25 രൂപയല്ലേ വരണ്ടേ എന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഇവിടെ എന്തായാലും 1/4 കിലോയ്ക്ക് 30 രൂപയാണെന്ന് പറഞ്ഞു. ഞാൻ വേറെ സംസാരിക്കാൻ നിന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതേപോലെ നമുക്ക് തുടക്കത്തിലെ റേറ്റ് ചോദിച്ചിട്ട് നമ്മൾ എന്ത് സാധനം എടുക്കാം കേട്ടോ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സാധനം മേടിച്ചിട്ട്, ഇപ്പം ഞാൻ ഇത് മേടിച്ചിട്ടുണ്ടോ, കാരണം നമ്മൾ സാധനം മേടിച്ചതിന് ശേഷമാണ്, കാരണം തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളിനി ആരെന്ത് സാധനം മേടിച്ചാലും നമ്മൾ ആദ്യമേ കിലോയ്ക്ക് എത്രയാണെന്നും അതുപോലെ ചില്ലറയായിട്ട് ഈ 1/4 കിലോ 1/2 കിലോയ്ക്ക് എത്രയാണെന്നും കൂടെ വ്യക്തമായിട്ട് ചോദിക്കണം. ഒരു അമ്മളി പറ്റരുത്. കാരണം ഇതിപ്പോൾ ഞാൻ ഇത് മാത്രം എടുത്തുകൊണ്ട് എനിക്ക് അതിൻ്റെ റേറ്റ് അറിയാൻ പറ്റും. കുറച്ചധികം സാധനം എടുത്തെങ്കിൽ 5 10 കൂടുതൽ നമ്മൾ അറിയില്ല. അപ്പോൾ 1 രൂപയായാലും നമുക്ക് വിലപ്പെട്ടാണേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാണ്, അപ്പോൾ ആര് എന്ത് സാധനം എടുത്താലും, നമ്മുടെ അടുത്തുനിന്നോ വേറെ എവിടെ നിന്നും സാധനം എടുത്താലും, ഞാൻ കട ഏതാ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്ക് 5 രൂപ ഒരു കൂടുതലല്ല, പക്ഷേ എങ്കിലും അവർ ആ റേറ്റിൽ കൂട്ടിയിട്ടുകൊണ്ട് ഞാനത് ഒരു വീഡിയോ എടുക്കുമെന്ന് തോന്നി, നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് തോന്നി. അപ്പം ആരെങ്കിലുമൊക്കെ മേടിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും വില, നാരങ്ങ മാത്രമല്ല എല്ലാത്തിൻ്റെയും വില കിലോയും 1/2 കിലോയും 3/4 കിലോയും 1/4 കിലോയും 100 ഗ്രാമിൻ്റെ അടക്കം വില ചോദിക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അമ്മളി പറ്റും കേട്ടോ. ഇതിപ്പോൾ എനിക്കൊരു അനുഭവം വന്നുകൊണ്ട് പറഞ്ഞാണേ. ഓക്കെ.